നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2024 ഓഗസ്റ്റ് മാസം 26-ാം തീയതി 2200-ാം ആണ്ട് ചിങ്ങമാസം 10-ാം തീയതി തിങ്കളാഴ്ച. ഇത് തിങ്കളാഴ്ചയാണ്, ശുഭദിനമാണ്. തിങ്കളാഴ്ച എന്ന് പറയുമ്പോൾ നല്ല ദിവസമാണ്, ചന്ദ്രൻ്റെ ദിവസമാണ് ഇന്ന്. പക്ഷേ ഇന്നത്തെ നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്രം പൊതുവേ ശുഭകാര്യങ്ങൾക്ക് അനുകൂലപ്രദമായ നക്ഷത്രമല്ല. കാർത്തിക അത്ര കണ്ട് ശുഭനക്ഷത്രമല്ല. അപ്പോൾ കാർത്തിക നക്ഷത്രം, അപ്പോൾ നമുക്കിന്ന് ശുഭകാര്യങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഒരു നക്ഷത്രമല്ല കാർത്തിക. പക്ഷെ ഇത് ദിവസമൊക്കെ നല്ലതാണ്. അപ്പോൾ ഈ ദിവസം, അതായത് ചിങ്ങമാസത്തിലെ കാർത്തിക നക്ഷത്രം ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക്, ബർത്ത്ഡേ എപ്പോഴും ഒരു വർഷത്തെ ഫലത്തെയാണ് ബർത്ത്ഡേയിലൂടെ നമ്മൾ ചിന്തിക്കുന്നത്, വാർഷിക ഫലം. അപ്പോൾ ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ കാർത്തിക നക്ഷത്രം, ചിങ്ങമാസത്തിലെ കാർത്തിക, ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ വർഷം വളരെ ഭാഗ്യദായകമാണ്. കാരണം തിങ്കളാഴ്ച കിട്ടി. അപ്പോൾ നമുക്ക് പുതിയ സംരംഭങ്ങൾക്കെല്ലാം കൊള്ളാം. പ്രത്യേകിച്ച് വീട് വെക്കാൻ നല്ല സമയമാണ്. വീട് വാങ്ങാൻ ഈ സമയം നല്ലതാണ്. വാഹനം വാങ്ങാൻ കൊള്ളാം. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും അനുകൂലപ്രദമായ സമയമാണ്. ഇതൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ള ഫലത്തെ കൊടുക്കുന്ന സമയമാണ് ഈ സമയം. വളരെ നേട്ടത്തെ കൊടുക്കുന്ന സമയമാണ് സമയം. അതുകൊണ്ട് ഓരോ കാര്യത്തിന് ഇറങ്ങാം. പക്ഷേ ഇന്ന് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ ആകിലും മാറ്റി വയ്ക്കാൻ പറ്റുമെങ്കിൽ മാറ്റി വയ്ക്കുന്നത് നന്നായിരിക്കും. കാരണം പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമെന്നാണ്. നമ്മൾ തുടങ്ങി വെച്ചാൽ പോലും അത് സ്മൂത്തായി പോകാത്ത അവസ്ഥയുണ്ടാവും. അതുപോലെ ഇന്നത്തെ രാവുകാല സമയം നോക്കിയിട്ട് വേണം ഓരോ കാര്യങ്ങൾക്ക് നമുക്ക് പോകാൻ. കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് 7:30 മണി മുതൽ 9 മണി വരെയാണ് രാവുകാലം എന്ന് എഴുതി വച്ചിട്ടുണ്ട്. പക്ഷേ രാവുകാല സമയം 7:30 മണി മുതൽ 9 മണി വരെ അല്ല, 7 മണി. ജാതകപ്രകാരം കുറച്ച് സൂക്ഷ്മ പരിശോധന ചെയ്യുകയാണെങ്കിൽ 7:51 തൊട്ടേ തുടങ്ങുകയുള്ളൂ. 9:24 വരെ ഉണ്ട് താനും. 9:24 വരെ രാവുകാല സമയമുണ്ട്. അതുപോലെ ഗുളിക കാലവും യമകണ്ഠ കാല സമയമായിട്ട് ഈ 2 സമയവും നമുക്ക് വളരെ സൂക്ഷിക്കേണ്ടതുണ്ട്. രണ്ടുപേരും വളരെ ഡേഞ്ചറായിട്ടുള്ള ആൾക്കാരാണ്, ഗുളികനും യമകണ്ഠനും. അതിൽ ഗുളിക കാല സമയം വരുന്നത് 1:58 തൊട്ട് 3:30 വരെയും, യമകണ്ഠ കാല സമയം വരുന്നത് 10:54 തൊട്ട് 12:26 വരെയും. ഈ 2 സമയവും ഒരു കാര്യത്തിനും എടുക്കരുത്. അതുപോലെ ഇന്നത്തെ അഭിജിത്ത് മുഹൂർത്തം, നമുക്കിന്ന് ചില തിങ്കളാഴ്ചയാണ്, ചില കാര്യങ്ങൾ ചെയ്തേ തീരുള്ളൂ. നമുക്ക് അവധിയൊക്കെ കഴിഞ്ഞ് വന്നതാണ്, ഒരാഴ്ച ആരംഭിക്കുന്ന ദിവസമാണ്. അപ്പോൾ നമുക്കിന്ന് തന്നെ ഓരോ കാര്യങ്ങൾ ചെയ്തേ പറ്റുള്ളൂ എന്നൊരവസ്ഥ ഉണ്ടെങ്കിൽ നിങ്ങൾ അഭിജിത്ത് മുഹൂർത്തം എടുത്തുകൊള്ളുക. അഭിജിത്ത് മുഹൂർത്തം 12:02 തൊട്ട് 12:50 വരെ 48 നേരം അഭിജിത്ത് മുഹൂർത്തമുണ്ട്. ഈ സമയം എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് എടുക്കാം. എത്ര മോശഫലത്തെയും ശുഭമാക്കാൻ ശക്തിയുണ്ട് അഭിജിത്തിന്. അപ്പോൾ എല്ലാവർക്കും നല്ലത് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.